Hi students, good morning. നമുക്ക് വെക്ടർ ആൾജിബ്രയിലെ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. First question, find a vector in the direction of a vector A equal to I cap minus 2j cap that has magnitude 7 units. Question ശ്രദ്ധിക്കുക. വെക്ടർ എയുടെ ഡയറക്ഷനിലുള്ള ഒരു വെക്ടർ കണ്ടുപിടിക്കണം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 7 യൂണിറ്റ്സും ആയിരിക്കണം. അപ്പം മാഗ്നിറ്റ്യൂഡ് അറിയാമെങ്കിൽ നമ്മൾ റിക്വേർഡ് വെക്ടർ എന്ന് പറയുന്നത് ആ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ്. അപ്പം നമുക്ക് ആദ്യമേ വെക്ടർ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടർ കാണണം. അപ്പോൾ വെക്ടർ എയുടെ ഡയറക്ഷനിലെ യൂണിറ്റ് വെക്ടർ നമ്മൾ എ ക്യാപ്പ് എന്ന് ഡിനോട്ട് ചെയ്യും. എ ക്യാപ്പ് കാണാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് എ ക്യാപ്പ് ഈക്വൽ ടു വെക്ടർ എ ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ. അപ്പോൾ മോഡുലസ് ഓഫ് വെക്ടർ എ എന്ന് പറയുന്ന റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 4, അപ്പോൾ റൂട്ട് 5 എന്ന് കിട്ടും. അപ്പോൾ എ ക്യാപ്പ് ഈക്വൽ ടു 1/√5 ഇൻറ്റു ഐ ക്യാപ്പ് മൈനസ് 2j ക്യാപ്പ് എന്ന് കിട്ടും. അപ്പോൾ ദെയർഫോർ ദ റിക്വേർഡ് വെക്ടർ എന്ന് പറയുന്നത് 7 ഇൻറ്റു എ ക്യാപ്പ് ആണ്. അപ്പോൾ 7 ഇൻറ്റു 1/√5 ഐ ക്യാപ്പ് മൈനസ് 2/√5 ജെ ക്യാപ്പ്. രണ്ടാമത്തെ സെക്കൻഡ് വൺ, ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ in the direction of the sum of the vectors vector A equal to 2i cap plus 2j cap minus 5k cap and vector B equal to 2i cap plus j cap plus 3k cap. Question ശ്രദ്ധിക്കുക. യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് സം ഓഫ് ദി ടു വെക്ടേഴ്സ് ആണ്. അപ്പോൾ ആദ്യമേ നമ്മൾ അതിൻ്റെ സം കണ്ടുപിടിക്കണം. വെക്ടർ എ പ്ലസ് വെക്ടർ ബി കാണുക. ആ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് 4i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് മൈനസ് 2k ക്യാപ്പ് എന്ന് കൊടുത്തു. അപ്പോൾ വേണമെങ്കിൽ അതിന് വെക്ടർ സി എന്ന് കൊടുക്കാം. വീണ്ടും അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് -2 ദ ഹോൾ സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 29 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ യൂണിറ്റ് വെക്ടർ കാണാൻ പഠിച്ചിട്ടുണ്ട്. ഏത് വെക്ടറാണോ ആ വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അപ്പോൾ റിക്വേർഡ് വെക്ടർ എന്ന് പറയുന്നത് 4i ക്യാപ്പ് പ്ലസ് 3j ക്യാപ്പ് മൈനസ് 2k ക്യാപ്പ് ഡിവൈഡഡ് ബൈ റൂട്ട് 29. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് വെക്ടർ എ ഈക്വൽ ടു 5i ക്യാപ്പ് മൈനസ് j ക്യാപ്പ് മൈനസ് 3k ക്യാപ്പ് ആൻഡ് vector B equal to I cap plus 3j cap minus 5k cap, then show that the vectors vector A plus vector B and vector A minus vector B are perpendicular. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ആദ്യമേ വെക്ടർ എ പ്ലസ് വെക്ടർ ബിയും വെക്ടർ എ മൈനസ് വെക്ടർ ബിയും കണ്ടുപിടിക്കുക. അതിനുശേഷം അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് കാണുക. അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബി ഡോട്ട് വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈക്വൽ ടു 6i ക്യാപ്പ് പ്ലസ് 2j ക്യാപ്പ് മൈനസ് 8k ക്യാപ്പ് ഡോട്ട് 4i ക്യാപ്പ് മൈനസ് 4j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ് ഈക്വൽ ടു ഡോട്ട് പ്രോഡക്റ്റ് ഐയുടെ കോയിഫിഷ്യൻസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. 6 ഇൻറ്റു 4 24 പ്ലസ് 2 ഇൻറ്റു -4 അപ്പോൾ -8 പ്ലസ് -8 ഇൻറ്റു 2 -16 വിച്ച് ഈസ് ഈക്വൽ ടു 0. Therefore, vector A plus vector B and vector A minus vector B are perpendicular vectors. Next one, find the projection of the vector A equal to 2i cap plus 3j cap plus 2k cap on the vector B equal to i cap plus 2j cap plus k cap. അപ്പോൾ പ്രൊജക്ഷൻ കാണാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. Projection of vector A on vector B equal to vector A dot vector B divided by modulus of vector B. बाद में vector A dot vector B 2 into 1 plus 3 into 2 plus 2 into 1 divided by modulus of vector B root of 1 square plus 2 square plus 1 square. അപ്പോൾ നമുക്ക് കിട്ടും 10/√6. അപ്പോൾ ഫോർമുല ഓർത്തോണം. vector A dot vector B divided by modulus of vector B. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. കൺസിഡർ ദ 2 പോയിൻറ്റ്സ് P ആൻഡ് Q വിത്ത് പൊസിഷൻ വെക്ടേഴ്സ് വെക്ടർ ഒ പി ഈക്വൽ ടു 3 ഇൻറ്റു വെക്ടർ എ മൈനസ് 2 ഇൻറ്റു വെക്ടർ ബി ആൻഡ് വെക്ടർ ഒ ക്യു ഈക്വൽ ടു വെക്ടർ എ പ്ലസ് വെക്ടർ ബി. ഫൈൻഡ് ദ പൊസിഷൻ വെക്ടർ ഓഫ് എ പോയിൻറ്റ് ആർ
which divides the line joining P and Q in the ratio 2:1, 1 internally and 2 externally. അപ്പോൾ സെക്ഷൻ ഫോർമുലയാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. നമുക്ക് പൊസിഷൻ വെക്ടർ പിയുടെയും ക്യൂവിൻ്റെയും പൊസിഷൻ വെക്ടറാണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെക്ടർ എ, നമ്മൾ അന്നേരം പഠിച്ച വെക്ടർ എയും വെക്ടർ ബി ആണ്. വെക്ടർ എ ആണ് വെക്ടർ ഒ പി ആയിട്ടുള്ളത്, വെക്ടർ ബി ആണ് വെക്ടർ ഒ ക്യു ആയിട്ട് വരുന്നത്. ഇപ്പോൾ ഇൻറ്റേർണൽ ആണെങ്കിൽ അതിൻ്റെ സെക്ഷൻ ഫോർമുല പൊസിഷൻ വെക്ടർ ഓഫ് ആർ എന്ന് പറയുന്നത് എം ഇൻറ്റു വെക്ടർ ബി പ്ലസ് എൻ ഇൻറ്റു വെക്ടർ എ ഡിവൈഡഡ് ബൈ എം പ്ലസ് എൻ ആണ്. എം ഇവിടെ 2, n ഈക്വൽ ടു 1. വെക്ടർ എ എന്ന് പറയുന്നത് 3 ഇൻറ്റു വെക്ടർ എ മൈനസ് 2 ഇൻറ്റു വെക്ടർ ബി. വെക്ടർ ബി എന്ന് പറയുന്നത് വെക്ടർ എ പ്ലസ് വെക്ടർ ബി. അപ്പോൾ ഇൻറ്റേർണൽ ഡിവിഷൻ ആകുമ്പോൾ 2 ഇൻറ്റു വെക്ടർ എ പ്ലസ് വെക്ടർ ബി പ്ലസ് 1 ഇൻറ്റു 3 ഇൻറ്റു വെക്ടർ എ മൈനസ് 2 ഇൻറ്റു വെക്ടർ ബി ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1. അപ്പോൾ അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 5 ഇൻറ്റു വെക്ടർ എ ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. എക്സ്റ്റേണൽ ഡിവിഷൻ ആകുമ്പോൾ ഫോർമുല എം ഇൻറ്റു വെക്ടർ ബി മൈനസ് എൻ ഇൻറ്റു വെക്ടർ എ ഡിവൈഡഡ് ബൈ എം മൈനസ് എൻ. അപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു വെക്ടർ എ പ്ലസ് വെക്ടർ ബി മൈനസ് 3 ഇൻറ്റു വെക്ടർ എ മൈനസ് 2 ഇൻറ്റു വെക്ടർ ബി ഡിവൈഡഡ് ബൈ 2 മൈനസ് 1. സിംപ്ലിഫിക്കേഷൻ, ഇപ്പോൾ 4 ഇൻറ്റു വെക്ടർ ബി മൈനസ് വെക്ടർ എ. നെക്സ്റ്റ് വൺ, find a unit vector perpendicular to each of the vectors vector a plus vector b and vector a minus vector b where vector a equal to I cap plus j cap plus k cap, vector b equal to I cap plus 2j cap plus 3k cap. ഇവിടെ യൂണിറ്റ് വെക്റ്റർ എന്നല്ല ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, യൂണിറ്റ് വെക്റ്റർ പെർപെൻഡിക്കുലർ. അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബിക്കും വെക്ടർ എ മൈനസ് വെക്ടർ ബിക്കും പെർപെൻഡിക്കുലർ ആയ യൂണിറ്റ് വെക്ടേഴ്സാണ് കാണേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വെക്ടർ എക്കും വെക്ടർ ബിക്കും പെർപെൻഡിക്കുലറായ വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ്, എ ക്രോസ് ബി ആണ്. അപ്പോൾ ഇവിടെ എ പ്ലസ് ബിയും എ മൈനസ് ബി ആണ്. അപ്പോൾ വെക്ടർ എ പ്ലസ് വെക്ടർ ബിക്കും വെക്ടർ എ മൈനസ് വെക്ടർ ബിക്കും പെർപെൻഡിക്കുലറായ വെക്ടർ എന്ന് പറയുന്നത് അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യമേ വെക്ടർ എ പ്ലസ് വെക്ടർ ബിയും വെക്ടർ എ മൈനസ് വെക്ടർ ബിയും കാണണം. വെക്ടർ എ പ്ലസ് വെക്ടർ ബി നമുക്ക് 2i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 4k ക്യാപ്ന്ന് കിട്ടും. പിന്നെ വെക്ടർ എ മൈനസ് വെക്ടർ ബി കാണണം. വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈക്വൽ ടു മൈനസ് j ക്യാപ് മൈനസ് 2k ക്യാപ്. ഇനി അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് കാണണം. അപ്പോൾ ക്രോസ് പ്രോഡക്റ്റ് ഡിറ്റർമിനൻറ്റ് i ക്യാപ് j ക്യാപ് k ക്യാപ് 2 3 4 0 -1 -2. ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് -2i ക്യാപ് പ്ലസ് 4j ക്യാപ് മൈനസ് 2k ക്യാപ്ന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ വെക്ടറായി. ഇനി അതിൻ്റെ യൂണിറ്റ് വെക്ടേഴ്സ് കാണാൻ പറഞ്ഞാൽ ആ വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ്. അപ്പോൾ തന്നിരിക്കുന്ന ആ വെക്ടർ നമ്മൾ വെക്ടർ സി എന്ന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നോക്കുക, √2² പ്ലസ് 4² പ്ലസ് -2 ദ ഹോൾ സ്ക്വയർ. നമുക്ക് √24 എന്ന് കിട്ടും. Therefore the required vector equal to vector c divided by modulus of vector c. അപ്പോൾ -1/√6 into i cap plus 2/√6 into j cap minus 1/√6 into k cap എന്ന് കിട്ടും. Next one, find the area of the triangle having the points A 1 1 1, B 1 2 3 and C 2 3 1 as its vertices. ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടീസസ് തന്നിട്ട് അതിൻ്റെ ഏരിയ കാണാനാണ്. അപ്പോൾ ട്രയാങ്കിളിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ് അറിയാമെങ്കിൽ ഏരിയ നമുക്കറിയാം. ഏരിയ ഈക്വൽ ടു ½ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ എ ക്രോസ് വെക്ടർ ബി ആണ്. അപ്പോൾ ഇത് നമുക്ക് വെർട്ടീസസ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ വെർട്ടീസസ് തന്നിരിക്കുമ്പോൾ സൈഡ്സ് കണ്ടുപിടിക്കാം. വെക്ടർ എ ബിയും വെക്ടർ എ സിയും കണ്ടുപിടിക്കുക. വെക്ടർ എ ബി എന്ന് പറഞ്ഞാൽ പൊസിഷൻ വെക്ടർ ഓഫ് ബി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ ആണ്. അപ്പോൾ എയുടെയും ബിയുടെയും കോർഡിനേറ്റ്സ് നോക്കുക. 1 - 1 ഇൻറ്റു ഐ ക്യാപ്, അപ്പോൾ അത് 0 ഐ ക്യാപ്. അടുത്ത 2 - 1 ഇൻറ്റു ജെ ക്യാപ്, അപ്പോൾ ജെ ക്യാപ്. വീണ്ടും 3 - 1 ഇൻറ്റു കെ ക്യാപ്. അപ്പോൾ നമുക്ക് വെക്ടർ എ ബി ഈക്വൽ ടു ജെ ക്യാപ് പ്ലസ് 2k ക്യാപ്ന്ന് കിട്ടും. അടുത്ത സൈഡ് എ സി, വെക്ടർ എ സി കാണണം. അപ്പോൾ പൊസിഷൻ വെക്ടർ ഓഫ് സി മൈനസ് പൊസിഷൻ വെക്ടർ ഓഫ് എ. അപ്പോൾ സി മൈനസ് എ നോക്കുക. 2 - 1 ഇൻറ്റു ഐ ക്യാപ് പ്ലസ് 3 - 1 ഇൻറ്റു ജെ ക്യാപ് പ്ലസ് 1 - 1 ഇൻറ്റു കെ ക്യാപ്.
അപ്പോൾ വെക്റ്റർ എ സി എന്ന് പറയുന്നത് ഐ ക്യാപ് പ്ലസ് 2j എന്ന് കിട്ടും. അപ്പോൾ ഏരിയ കാണാൻ ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് വെക്റ്റർ എ ബി ക്രോസ് വെക്റ്റർ എ സി. അപ്പോൾ ആദ്യമേ വെക്റ്റർ എ ബി ക്രോസ് വെക്റ്റർ എ സി ഡിറ്റർമിനൻറ്റ് മെത്തേഡ് ഉപയോഗിച്ച് കാണുക. അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ് എ ബിയുടെ ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് എഴുതണം. അപ്പോൾ 0 1 2. അടുത്ത എ സിയുടെ അപ്പോൾ 1 2 0. ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് -4 ഐ ക്യാപ് പ്ലസ് 2j ക്യാപ് മൈനസ് കെ ക്യാപ് എന്ന് കിട്ടും. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാം. √of -4 the whole square plus 2 square plus -1 the whole square which is equal to √21. Therefore, the required area equal to 1/2 into √21. പാരലോഗ്രാം ആണെങ്കിൽ ഹാഫ് ഇല്ല എന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിലെ പ്രോബ്ലം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വോളിയം ഓഫ് ദ പാരലോപിപ്പിഡ് ഹൂസ് എഡ്ജസ് ആർ given by the vectors 2i cap minus 3j cap plus 4k cap, I cap plus 2j cap minus k cap, 3i cap minus j cap plus 2k cap. അപ്പോൾ വോളിയം കാണാൻ പഠിച്ചിട്ടുണ്ട്. വോളിയം ഈക്വൽ ടു ബോക്സ് പ്രോഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി. അപ്പോൾ വെക്റ്റർ എയും വെക്റ്റർ ബിയും വെക്റ്റർ സിയും തന്നിട്ടുണ്ട്. ബോക്സ് പ്രോഡക്റ്റ് കാണുന്ന ഡിറ്റർമിനൻറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ ഡിറ്റർമിനൻറ്റ് വെക്റ്റർ എയിലോട്ട് നോക്കുക. ആദ്യത്തെ ഫസ്റ്റ് വെക്റ്ററിൻ്റെ ഐ ജെ കെയുടെ കോയിഫിഷ്യൻസ് എഴുതുക. അപ്പം ആദ്യത്തെ കോയിഫിഷ്യൻസ് 2 -3 4. അടുത്ത വെക്റ്റർ ബിയുടെ കോയിഫിഷ്യൻസ് 1 2 -1. അടുത്ത വെക്റ്റർ സിയുടെ നോക്കുക 3 -1 2. ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുക. അപ്പം അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും -7 എന്ന് കിട്ടും. അപ്പോൾ ബോക്സ് പ്രോഡക്റ്റ് -7 എന്ന് കിട്ടും. അപ്പോൾ വോളിയം ഓഫ് ദി പാരലോപിപ്പിഡ് നമുക്കറിയാം, അത് മോഡുലസ് കണ്ടുപിടിക്കുക. അപ്പോൾ 7 എന്ന് കിട്ടും. അപ്പോൾ വോളിയം ആയതുകൊണ്ട് യൂണിറ്റ് എഴുതുമ്പോഴത്തേന് 7 ക്യൂബിക് യൂണിറ്റ്സ് എന്ന് എഴുതണം. വോളിയം ഓഫ് ദി പാരലോപിപ്പിഡ് എന്ന് പറയുന്ന ബോക്സ് പ്രോഡക്റ്റ് എ ബി സി ആണെന്നുള്ള കാര്യം ഓർക്കുക. ഡിറ്റർമിനൻറ്റ് ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ if vector A equal to I cap plus 2j cap plus k cap, vector B equal to 3i cap plus 2j cap minus 7k cap, vector C equal to 5i cap plus 6j cap minus 5k cap, show that vector A, vector B, vector C are coplanar. 3 വെക്റ്റേഴ്സ് കോപ്ലനാർ ആണെങ്കിൽ അതിൻ്റെ ബോക്സ് പ്രോഡക്റ്റ് 0 ആണെന്നറിയാം. അപ്പോൾ ബോക്സ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കുക. ബോക്സ് പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. ഡിറ്റർമിനൻറ്റ് 1 2 1 3 2 -7 3 6 -5. ഫസ്റ്റ് റോ ഉപയോഗിച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് പറയാൻ പറ്റും തന്നിരിക്കുന്ന വെക്റ്റേഴ്സ് കോപ്ലനാർ ആണെന്ന്. ഇവിടെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. ഇവിടെ 3 വെക്റ്റേഴ്സ് തന്നിട്ടാണ് കോപ്ലനാർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. 4 പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ തന്നിട്ട് കോപ്ലനാർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞാൽ ആ 4 പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ കൊണ്ട് നമ്മൾ 3 വെക്റ്റർ ഫോം ചെയ്യണം. വെക്റ്റർ എ ബി, വെക്റ്റർ എ സി, വെക്റ്റർ എ ഡി ഫോം ചെയ്തിട്ട് അതിൻ്റെ ബോക്സ് പ്രോഡക്റ്റ് 0 ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. ആ പ്രോബ്ലം ഞാൻ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. നോട്ട്ബുക്ക് എടുത്ത് നോക്കണം. നെക്സ്റ്റ് വൺ ഫൈൻഡ് ദ കോൺസ്റ്റൻറ്റ് ലാംഡ സച്ച് ദാറ്റ് ദ വെക്റ്റേഴ്സ് വെക്റ്റർ എ ഈക്വൽ ടു 2i cap minus j cap plus k cap, വെക്റ്റർ ബി ഈക്വൽ ടു i cap plus 2j cap minus 3k cap, വെക്റ്റർ സി ഈക്വൽ ടു 3i cap plus lambda j cap plus 5k cap are coplanar. ഈ 3 വെക്റ്റേഴ്സ് കോപ്ലനാർ ആണെങ്കിൽ കോൺസ്റ്റൻ്റായ ലാംഡയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 വെക്റ്റേഴ്സ് കോപ്ലനാർ ആണെങ്കിൽ എൻ്റെ ബോക്സ് പ്രോഡക്റ്റ് ഈക്വൽ ടു 0 എന്ന് എഴുതാം. അവിടുന്ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡിറ്റർമിനൻറ്റ് 2 -1 1 1 2 -3 3 ലാംഡ 5 ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ അവിടെ നമുക്ക് ചെയ്തു വരുമ്പോഴത്തേനും ലാംഡ ഈക്വൽ ടു -4 എന്ന് കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ prove that box product vector A plus vector B, vector B plus vector C, vector C plus vector A equal to 2 into box product vector A, vector B, vector C. അപ്പോൾ ബോക്സ് പ്രോഡക്റ്റിൻ്റെ ഡെഫിനിഷനാണ് നോക്കേണ്ടത്. ബോക്സ് പ്രോഡക്റ്റ് എ ബി സി എന്ന് പറഞ്ഞാൽ വെക്റ്റർ എ ഡോട്ട് ബി ക്രോസ് സി ആണ്. ആ ഡെഫിനിഷൻ ഇങ്ങോട്ട് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഫസ്റ്റ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി ക്രോസ് വെക്റ്റർ സി പ്ലസ് വെക്റ്റർ എ. അപ്പോൾ ആദ്യമേ അവിടുത്തെ ക്രോസ് പ്രോഡക്റ്റ് അത് എക്സ്പാൻഡ് ചെയ്യുക. വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി പ്ലസ്
വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ സി ക്രോസ് വെക്റ്റർ സി പ്ലസ് വെക്റ്റർ സി ക്രോസ് വെക്റ്റർ എ. ക്രോസ് പ്രോഡക്റ്റിന് നമുക്കറിയാം വെക്റ്റർ സി ക്രോസ് വെക്റ്റർ സി 0 ആണെന്ന്. അപ്പം അവിടെ 0 കൊടുക്കുമ്പോൾ നമുക്ക് വീണ്ടും കിട്ടും വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി പ്ലസ് വെക്റ്റർ സി ക്രോസ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ എ. വീണ്ടും ഡോട്ട് പ്രോഡക്റ്റുമായിട്ട് എക്സ്പാൻഡ് ചെയ്യുക. അപ്പം വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി പ്ലസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ സി ക്രോസ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ സി പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ സി ക്രോസ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഡോട്ട് വെക്റ്റർ ബി ക്രോസ് വെക്റ്റർ എ. ഇനി ബോക്സ് പ്രോഡക്റ്റിൻ്റെ ടൈംസിൽ എഴുതുക. ബോക്സ് പ്രോഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി പ്ലസ് ബോക്സ് പ്രോഡക്റ്റ് എ സി എ പ്ലസ് ബോക്സ് പ്രോഡക്റ്റ് എ ബി എ പ്ലസ് ബോക്സ് പ്രോഡക്റ്റ് ബി ബി സി പ്ലസ് ബോക്സ് പ്രോഡക്റ്റ് ബി സി എ പ്ലസ് ബോക്സ് പ്രോഡക്റ്റ് ബി ബി എ. ഇനി നമ്മൾ സ്കെയിലാർ ട്രിപ്പിൾ പ്രോഡക്റ്റിൽ അല്ലെങ്കിൽ ബോക്സ് പ്രോഡക്റ്റ് പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും രണ്ട് വെക്റ്റേഴ്സ് വന്നിരുന്നാൽ സെയിം ആയിട്ട് വന്നിരുന്നാൽ 0 ആകുന്നു. അപ്പോൾ 0 ആകുന്നതിനുള്ള വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ബോക്സ് പ്രോഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി പ്ലസ് ബോക്സ് പ്രോഡക്റ്റ് വെക്റ്റർ ബി വെക്റ്റർ സി വെക്റ്റർ എ എന്ന് കിട്ടും. ബോക്സ് പ്രോഡക്റ്റ് വെക്റ്റർ ബി വെക്റ്റർ സി വെക്റ്റർ എ എന്ന് പറയുന്നത് ബോക്സ് പ്രോഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി തന്നെയാണ്. അപ്പോൾ അവിടുന്ന് 2 ഇൻറ്റു ബോക്സ് പ്രോഡക്റ്റ് വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. ഇവിടെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാം, വെക്റ്റർ എ വെക്റ്റർ ബി വെക്റ്റർ സി കോപ്ലനാർ ആണെങ്കിൽ ബോക്സ് പ്രോഡക്റ്റ് വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി പ്ലസ് വെക്റ്റർ എ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാനും ചോദിക്കാം. അപ്പോൾ ആദ്യമേ ഇത് ഈക്വൽ ടു 2 ഇൻറ്റു ബോക്സ് പ്രോഡക്റ്റ് എ ബി സി എന്ന് എഴുതിയിട്ട് വേണം ചെയ്യാൻ. വളരെ കുറച്ച് പ്രോബ്ലംസേ ഞാനിവിടെ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി നോട്ട്ബുക്ക് എടുത്ത് ചെയ്ത് പഠിക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു. ഇടയ്ക്ക് പോയത് അങ്ങനെ